തഴവ ഗ്രാമപഞ്ചായത്തിലേക്ക് LDF മാർച്ച് നടത്തി. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ചാണ് LDF മാർച്ച് സംഘടിപ്പിച്ചത്. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി വിഹിതം തടഞ്ഞ UDF സർക്കാരിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് തഴവ ഗ്രാമപഞ്ചായത്തിലേക്ക് LDFന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. CPIM ചൂർനാട് ഏരിയ ആക്ടിംഗ് സെക്രട്ടറി PB സത്യദേവൻ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു. 1261 രൂപ പൊതുവിഭാഗത്തിന് കിട്ടേണ്ടതായിട്ടുണ്ട്. SC മേഖലയ്ക്ക് 236 കോടി രൂപയും പട്ടികവർഗ വിഭാഗത്തിന് 35 കോടി രൂപയും ഈ പദ്ധതി വിഹിതത്തിൽ കിട്ടേണ്ടതായിട്ടുണ്ട്. തഴവ ഗ്രാമപഞ്ചായത്തിൽ ഓരോ വാർഡിലും നടത്തേണ്ട വികസന പ്രവർത്തനങ്ങൾ നാളെ പിറകോട്ട് പോകാൻ പോവുകയാണ്. തഴവ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യത്തിനുണ്ട്. ഈ പദ്ധതിയിലൂടെ വെട്ടിക്കുറപ്പിലൂടെ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെയും പ്ലാൻ ഫണ്ടിൽ വലിയ കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യമായി ജനപ്രതിനിധിയായി വന്ന സഖാക്കൾ ജനപ്രതിനിധികൾ കക്ഷിഭേദമല്ല അല്ലാതെ എല്ലാവരും. സരസ്വതി അമ്മ അധ്യക്ഷത വഹിച്ചു. ഇവിടെ എന്തെങ്കിലും വിസ്മയം സൃഷ്ടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ വോട്ട് മേടിച്ച് ചോദിച്ചു പോയ UDF സർക്കാർ കേറിയതിന്റെ പിറ്റേ മാസം മുതൽ നമുക്ക് വെട്ടം കാണാത്ത പരുവത്തിലാക്കി കറണ്ട് കട്ട് ഏർപ്പെടുത്തി. അതിനുശേഷം നമുക്ക് വരുന്ന ഓരോ രംഗങ്ങളും ഓരോ മേഖലകളും പരിശോധിച്ചാലും ആരോഗ്യ മേഖലയായാലും വിദ്യാഭ്യാസ മേഖലയായാലും എല്ലാം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു പ്രയോജനം ചെയ്യാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് യാതൊരു കാര്യങ്ങളും ചെയ്തു കൊടുക്കാനാവാത്ത, നമുക്കറിയാം 2018 പ്രളയം ഉണ്ടായപ്പോൾ നമ്മുടെ ഗവൺമെന്റിനായ പിണറായി വിജയൻ സഖാവ് പറഞ്ഞ എന്തായിരുന്നു, നിങ്ങൾ ആരും ഭയപ്പെടേണ്ടതില്ല, നിങ്ങളോടൊപ്പം നമുക്ക് ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാം, നിങ്ങളെല്ലാം ഞാൻ സംരക്ഷിച്ചിരിക്കുമെന്ന് ഉറപ്പ് നൽകുകയും. അഡ്വക്കേറ്റ് ആർ അമ്പിളിക്കുട്ടൻ സ്വാഗതം പറഞ്ഞു. G തോമസ്, അഡ്വക്കേറ്റ് P ശിവപ്രസാദ്, PC സുനിൽ, ഗോപൻ, സന്തോഷ്, തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R സുജ, അമ്പിളി, സുമ, ശ്രീരേഖ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മളിൽ നിന്ന് വിവിധ രൂപത്തിലുള്ള ടാക്സുകൾ ഈടാക്കുന്നുണ്ട്. അത് സെൻട്രൽ ഗവൺമെന്റ് ആയാലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും വിവിധ തരത്തിലുള്ള ടാക്സുകൾ ഈടാക്കുന്നുണ്ട്. ഈ ടാക്സുകൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം അല്ലെങ്കിൽ പ്ലാൻ ഫണ്ടുകളൊക്കെ വെട്ടിക്കുറയ്ക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ടാക്സ് കുറയ്ക്കാത്തത്? ഞങ്ങൾ വരുന്ന പൈസ ഞങ്ങൾക്ക് വിനിയോഗിക്കുവാൻ, ഞങ്ങളുടെ ക്ഷേമ പ്രവർത്തനത്തിന് പ്രയോഗിക്കുവാൻ നിങ്ങൾ തരുന്നില്ല എങ്കിൽ ഈ ടാക്സ് നിങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ തയ്യാറുണ്ടോ? ഇല്ലെങ്കിൽ മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചു കൊണ്ടുപോകുന്ന പൈസ ഞങ്ങൾക്ക് വിനിയോഗിക്കുവാനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട്, അതിനാണ് നിങ്ങളെ അധികാരത്തിലേക്കുന്നത്. സാധാരണ കേരളത്തിൽ ദുരന്തമുണ്ടായാൽ കേരളത്തിലെ മുഖ്യമന്ത്രി ചെയ്യുന്നത് എല്ലാ പരിപാടികളും റദ്ദു ചെയ്ത് ദുരന്ത മുഖത്ത് നിന്നുകൊണ്ട് അതിന് ഏകോപനം നടത്തി ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ആലോചിച്ച് ഒരു മനുഷ്യന്റെ ജീവനും അപകടത്തിൽപ്പെടാൻ പാടില്ല എന്നുള്ള സമീപനമല്ലേ സ്വീകരിക്കുന്നത്? പ്രധാനപ്പെട്ട കാര്യം ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എടുത്ത സമീപനം നാം നോക്കുക. കഴിഞ്ഞ ഗവൺമെന്റ് ഹൃദയവുമായിട്ട് പോകുന്നതിലല്ലേ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്? എത്ര മനുഷ്യ ജീവനാണ് ഈ ഹെലികോപ്റ്റർ വഴി കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയത്, തിരിച്ചു നൽകിയത്? മഹാദുരന്തമുണ്ടായപ്പോൾ ഹെലികോപ്റ്റർ വഴിയല്ലേ ചികിത്സയ്ക്കും മറ്റു കാര്യങ്ങൾക്കും ആളുകളെ രക്ഷിക്കുന്നതും എല്ലാം നമ്മൾ കണ്ടില്ലേ? ന്യൂസ് ബ്യൂറോ, തഴവ.